വാപ്പാനോടും ഉമ്മാനോടും ചോദിക്കുന്നത് അപ്പം കൊടുക്കണം. ചോദിക്കുന്നത് എന്താണോ അപ്പം കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാപ്പാടെ ജോലി എന്താ? വാപ്പ ഗൾഫില്ല. എന്താ ജോലി? അല്ലാഹു അലൈഹി, എനിക്കറിയില്ല. എടാ, നിന്റെ ഉപ്പാന് ഒരു ദിവസം എത്ര രൂപ ശമ്പളമുണ്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ ആ മക്കൾ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കൊടുക്കണം നമ്മൾ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വാപ്പാനിടക്ക് പോയിട്ട് എനിക്ക് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം നിനക്കറിയാം വാപ്പാടെ ജോലിയും ശമ്പളം 500 രൂപയാ വാപ്പയ്ക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ 400 രൂപയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടാൽ എന്റെ വാപ്പയ്ക്ക് കിട്ടുന്നത് 250 രൂപയാ, 300 രൂപയാ എന്ന് ഓരോ മകനും അറിയാം, ഓരോ മകൾക്കും അറിയാം. അതുകൊണ്ട് ആരും പോയിട്ട് ഭീഷണിപ്പെടുത്താറില്ല. ചോദിച്ചിട്ട് വാപ്പ വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാകുന്നില്ല. കാരണം ആ മക്കൾക്കറിയാം വാപ്പ പാവം. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ വന്നിട്ട് ഒരു സഹാബി ചോദിച്ചു, നബിയേ ഔസീനി ബിൽ ജന്ന, സ്വർഗ്ഗത്തിലെത്താനുള്ള ഒരു സ്വഭാവത്തെ പറ്റി നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചേരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിയോടെ പറഞ്ഞു, ലാ തഗ്ളബ്, കോപിക്കരുത്. ദേഷ്യം അടക്കാൻ എനിക്ക് കഴിവുണ്ടോ എങ്കിൽ നീ രക്ഷപ്പെടും. ഇന്ന് പെട്ടെന്ന് ആളുകൾക്ക് ദേഷ്യാണ്. അവനവന്റെ കുറ്റങ്ങൾ പോലും മറയ്ക്കാൻ ദേഷ്യാണ്. ഒരല്പം ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ പലതും രക്ഷപ്പെടും, പല കുടുംബവും നന്നാവും. ഒരു സെക്കൻഡ് നേരത്തേക്കുള്ള ഭാവിട്ട വർത്താനത്തിന്റെ പേരിൽ പിന്നെ 1000 മധ്യസ്ഥം പറഞ്ഞാലും തീരാത്ത കുടുംബ മുറിയലുകളിലേക്ക് ആ വിഷയത്തും. We have a bad habit of judging people based on what they look like. You know what? Oh, look at this brother. Astaghfirullah. He's got all these tattoos and he's got all... Why are you judging? You don't know anything. You have no clue what has gone on in his or her life. You don't even know the circumstance. Are you prepared to know? Are you prepared to help them? No. You're not. Do you know why? You need to help yourself. That's what it is. If we knew the stories of those we judged, we'd be embarrassed. We would never be able to assist them. We would not be able to live in their situation. We wouldn't survive. They're surviving. They just scrape through. And Allah knows that. We have a bad... ഭാര്യമാരോടും കുട്ടികളോടൊക്കെ നല്ല സ്വഭാവമാണ്. ഷെഹറാനിമാം പറയുന്നുണ്ടല്ലോ, എൻ്റെ ഭാര്യക്ക് അസുഖമായപ്പോൾ കുറേ കാലം കിടത്തത്തിലായപ്പോൾ അവൾക്ക് സ്വന്തമായിട്ട് കാഷ്ടിക്കാനും മൂത്രയിക്കാനും കഴിയാത്തപ്പോൾ ഞാൻ ഈ 2 കൈ കൊണ്ട് അവൾക്ക് വൃത്തിയാക്കി കൊടുത്തത് 300 കിതാബ് എഴുതിയ മഹാനാ പറയണത്. ഷെഹറാനിമാമ തുടരുന്നുണ്ട്. പിന്നെ ഭാര്യക്ക് കുറേ കാലം അസുഖമായപ്പോൾ എനിക്ക് തോന്നി വേറെ പെണ്ണിനെ കെട്ടിയാലോ, എനിക്കും ശരീര ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ എനിക്ക് തോന്നി വേണ്ട, കാരണം അവൾക്കിപ്പോൾ ശരീരത്തിന് അസുഖമുണ്ട്, ഞാൻ വേറെ ഒന്ന് കെട്ടിയ പെണ്ണിൻ്റെ മനസ്സും തളർന്നു, വേണ്ടപ്പം. പിന്നെ 3ാമത്തത്, പാതിരാക്ക് കുട്ടി എഴുന്നേറ്റാൽ ആ കുട്ടീനെ എടുത്തിട്ട് അപ്പുറത്തെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കളിപ്പിക്കും. ചിലപ്പോൾ സുബി വരെയൊക്കെ കളിപ്പിക്കും. എന്തിന്? എൻ്റെ ഭാര്യ ശരിക്കും ഉറങ്ങിക്കോട്ടെ, എൻ്റെ ഭാര്യ ശരിക്കും ഉറങ്ങിക്കോട്ടെ. എന്താ വാക്കല്ലേ? അയാളെ മറക്കാൻ വേണ്ടി ഒരിക്കലും അയാളെ വെറുക്കാൻ ശ്രമിക്കരുത്. അയാളെ വെറുക്കാൻ ശ്രമിക്കും തോറും നിങ്ങൾക്ക് അയാളുടെ ഓർമ്മകൾ വന്നുകൊണ്ടേയിരിക്കും. കാരണം എന്താ? അതൊരു വേദനയായി ഇപ്പോഴും കിടക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് സംഭവിച്ച സന്തോഷമുള്ള കാര്യങ്ങളെ കുറിച്ചാണോ, അതോ നിങ്ങൾക്ക് സംഭവിച്ച വേദനയെ കുറിച്ചാണോ? ഈ ഒരു കാര്യം വേദനയാണ് എന്ന് തീരുമാനിച്ചതും നിങ്ങളാണ്. അത് സന്തോഷമായി മാറ്റിയാലോ? അയാൾ നിങ്ങളെ ചതിച്ചു, വേദനിപ്പിച്ചു, എന്തോ ആയിക്കോട്ടെ, ആ ഒരു കാര്യം സംഭവിച്ചത് നന്നായി, അതുകൊണ്ട് ഒരുപാട് പാഠങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി, എൻ്റെ ജീവിതം ഏറ്റവും മനോഹരമായി പാഠങ്ങളെ കൊണ്ട് ഞാൻ മെരഞ്ഞെടുക്കും എന്ന ചിന്തയാണെങ്കിലോ, അയാളോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പോകണം, അങ്ങനെയാണ് എങ്കിൽ ആ ചിന്ത അധികം എന്നെ വേട്ടയാടില്ല. പെൺകുട്ടികളുടെ അവസ്ഥ പറയാതിരിക്കാൻ നല്ലത്. എല്ലാം പിന്നെ കുട്ടിയടിച്ചിട്ടാണ് നടക്കുന്നത്. ആ പെൺകുട്ടികൾ എന്നോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല, ഞാനത് പറയൂ. അത് പറയാനല്ല ഞാൻ വന്നത്. കുട്ടിയടിക്കാണ്, ഇടയ്ക്കിടയ്ക്ക് മിറർ ചെക്ക് ചെയ്യുക. പല സ്കൂളിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾമാര് ഹെഡ്മാസ്റ്റർമാര് പറയുന്ന വാക്കാണ്, ഇന്റർവെലിന്റെ സമയത്ത്, ലഞ്ചിന്റെ സമയത്ത് പെൺകുട്ടികളുടെ പണി എന്താണെന്നറിയോ? പെൺകുട്ടികളുടെ ബാഗിൽ ഈ പിന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ കിറ്റ് ഉണ്ട്, അത് ഓർഡർ ചെയ്യലാ പണി. ബാപ്പയും ഉമ്മയും 250 രൂപ ചോദിക്ക് സാധനം വീട്ടുമുറ്റത്ത് എത്തുമ്പോഴാണ് അറിയുന്നത് ഇവിടെ എന്തോ ഒരു ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അടുത്ത ആഴ്ച 600ന്റെ കിറ്റ് വേറെ വരും. ഇവർക്ക് സമാധാനം കിട്ടുന്നില്ല. ചൊറുക്ക് കൂട്ടിയിട്ടും സമാധാനം കിട്ടുന്നില്ല.